നമസ്കാരം. ഒട്ടനേകം രക്തസാക്ഷികളുടെ ശവത്തിൽ ചവിട്ടി നേതൃത്വത്തിലെത്തിയവരുടെ മക്കളും ചെറുമക്കളുമൊക്കെ അന്യസംസ്ഥാനത്തും അന്യരാജ്യത്തുമായി പോയി ഉന്നത വിദ്യാഭ്യാസം നേടി. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഉയർന്ന നിലവാരം പുലർത്തുന്ന യുവത യൂറോപ്യൻ നാടുകളിലേക്ക് ചേക്കേറി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ ശാന്തി എന്നതാണ്. പൂർവികർ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ മേഖല നമ്മുടെ സംസ്ഥാനത്ത് പ്രതിസന്ധി നേരിടുകയാണ്. ഏതാണ്ട് തകർന്ന അവസ്ഥയിലെത്തിയ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ആരംഭിച്ചത് പുത്തനുണർവ് നൽകുന്നതായിരുന്നു. അതുവരെ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളുമായി നമ്മുടെ സംസ്ഥാനം മുന്നേറുകയായിരുന്നു. സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾക്കെതിരെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഷേധത്തിനിടയിൽ എത്രയെത്ര വിദ്യാർത്ഥികളും മറ്റിതര കോമാളികളും ദുരിത കഥാപാത്രങ്ങളായി മാറി. അതോടൊപ്പം ഒട്ടനവധി രക്തസാക്ഷികളെ പാർട്ടിക്ക് സംഭാവന ചെയ്യുവാനും കഴിഞ്ഞു. ഒടുവിൽ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ കേരള ജനത അത്തരം സ്ഥാപനങ്ങളെ മാറോടണച്ചു. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുന്ന ഒട്ടുമിക്ക എയ്ഡഡ് കോളേജുകളിലും പലവിധ പരമ്പരാഗത കോഴ്സുകൾക്കും ചേരാൻ വിദ്യാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥയിലുമാണ്. ഒട്ടനേകം രക്തസാക്ഷികളുടെ ശവത്തിൽ ചവിട്ടി നേതൃത്വത്തിൽ എത്തിയവരുടെ മക്കളും ചെറുമക്കളും അന്യ സംസ്ഥാനത്തോ അന്യ രാജ്യത്തോ പോയി ഉന്നത വിദ്യാഭ്യാസം നേടി. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉയർന്ന നിലവാരം പുലർത്തുന്ന യുവത അന്യരാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിലേക്ക് വിദ്യാഭ്യാസത്തിനായും ജോലിക്കായും ചേക്കേറി. ഫലത്തിൽ ഇത് ഈ യൂറോപ്യൻ നാടുകളിലേക്കുള്ള ഉന്നത നിലവാരം പുലർത്തുന്ന യുവതയുടെ ചേക്കേറുന്നത് ആനയും പാപ്പാനുമില്ലാതെ തോട്ടി മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സർവകലാശാലയുടെ ചാൻസലറും കേരളത്തിൻ്റെ അധിപനുമായ ഗവർണറെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. സംസ്ഥാനത്തിൻ്റെ അധിപനും സർവകലാശാല ചാൻസലറുമായ ഗവർണറെ തള്ളിപ്പറയുന്നത് സമൂഹത്തിലെ വലിയ നിലവാരം പുലർത്താത്ത വിദ്യാർത്ഥികളെ രക്തസാക്ഷികളാക്കാനുള്ള വീണ്ടും ഒരു ശ്രമമായി കാണേണ്ടിയിരിക്കുന്നു. ആദ്യ നാളുകളിൽ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി കടുത്ത ഭരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്ക് തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ ശാന്തി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ട്രാക്ടറും കമ്പ്യൂട്ടറും ഇല്ലാത്ത സംസ്ഥാനം വിഭാവനം ചെയ്തവർ സംസ്ഥാനത്തെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും നേതൃത്വത്തിലെ നേതാക്കളുടെ മക്കൾ അന്യസംസ്ഥാനത്തും അന്യരാജ്യത്തും വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ രക്തസാക്ഷികളാക്കി വീണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ നിന്നും നമ്മുടെ സംസ്ഥാനം പിൻവാങ്ങേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന സമരകോലാഹലങ്ങൾ അവസാനിപ്പിച്ച് നിയമത്തിന് വിധേയമാകാനും ശാന്തതയോടെയും സർവകലാശാലകൾ പ്രവർത്തിക്കണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. സമര പോരാട്ടങ്ങൾ നടത്തി കലാശാലകളെ കലാപശാലകളും രക്തസാക്ഷികളെ ലഭിക്കാനുള്ള വേദിയുമാക്കി മാറ്റരുതെന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.